ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്തായിട്ടാണ്. ആലുവയ്ക്ക് അടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 15ഓളം വില്ലകൾ വരുന്ന ഒരു വലിയ വില്ല പ്രൊജക്ടിനകത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ പോക്കറ്റിന് ഏറ്റവും കംഫർട്ടായിട്ട് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇന്ന് മാർബിൾ ഹോംസ് ഈ വീട് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ വീടിന്റെ എലിവേഷൻ കാണുന്ന സമയത്തേക്ക് ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരം നോക്കാം. അപ്പൊ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ആലുവയ്ക്ക് അടുത്ത് കുഞ്ചാട്ടുകര എന്നാണ് സ്ഥലത്തിന്റെ എക്സാക്ട് നെയിം വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്കും ബസ് റൂട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വെറും 300 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇൻഫോ പാർക്ക് ഭാഗത്തേക്കൊക്കെയാണ് പോകണ്ടെങ്കിലും 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നുള്ളൂ. ഇടപ്പള്ളി ലുലു മാളിലേക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്കൊരു ഞൊടിയിട കൊണ്ടെത്താം. വെറും 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്ത് എത്താവുന്നതാണ്. എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 കിലോമീറ്റർ മാത്രമാണ്. നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിലും ഇവിടുന്ന് 7.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും എല്ലാ സ്ഥലത്തേക്കും വളരെ എളുപ്പത്തിൽ എത്താവുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ് ഇത് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3.25 സെന്റ് ലാൻഡിലാണ്. 3.25 സെന്റ് സ്ഥലത്തില് 1550 1550 സ്ക്വയർ ഫീറ്റിലാണ് 3 ബെഡ്റൂമോട് കൂടിയ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വില്ലകളുടെ എല്ലാം തന്നെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത് ടാർ റോഡ് തന്നെയാണ്. ഏകദേശം ഞാൻ പറഞ്ഞു 15ഓളം വില്ലകളുണ്ട്. മറ്റുള്ള വില്ലകളുടെ പണി നടക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാ വീടുകളും ആളുകൾ താമസമായതാണ്. ബസ് റൂട്ടിനോട് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഈ വില്ലകൾ പണി തീർന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്ന പ്രൊജക്ട് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വന്നിന്ന് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണ്. വളരെ കുറഞ്ഞ പ്രൈസ് ആണ്. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. നമുക്ക് ഇതിന്റെ ഈ ഒരു മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെയാണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ വെച്ചിട്ട് കുറച്ചൊരു സ്ക്വയർ പീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ കുറച്ച് ടെക്സ്റ്റർ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്ന ആ ഒരു പീസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയൊരു വർക്കുകളൊക്കെ വരുന്നുണ്ട്. ലേസർ കട്ട് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തുറന്നു വെക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു. നല്ല ഭംഗിയായിട്ടുള്ള എലിവേഷൻ ആണ്. ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളറും ചില ഭാഗങ്ങളിലൊക്കെ ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ യെല്ലോ ഷെയ്ഡൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. ഇവിടെ ഈ ഒരു കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് ഗ്രേ കളറുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന കവേർഡ് കാർ പോർച്ചിൽ നമുക്ക് ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. തൊട്ടടുത്തുള്ള ഭാഗത്ത് നോക്കുവാണെങ്കിൽ വേറൊരു ചെറിയ കാറും കൂടെ പാർക്ക് ചെയ്യാം. ടോട്ടലി 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. EV വെഹിക്കിൾസ് ഒക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ചാർജ് ചെയ്യാവുന്നതാണ്. വീട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ ബാക്ക് സൈഡ് ഒരു പോർഷൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിടുത്തിട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ 2 സൈഡിലൂടെ നമുക്ക് കടന്നു പോകാവുന്ന സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് ആയ കിണർ വരുന്നത്. ഒരു വലിയ കിണറാണ്. സ്ഥലം ലാഭിക്കാനായിട്ട് അതിന്റെ ഹാഫ് പോർഷൻ കവർ ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം ഞാൻ എടുത്തു പറയുന്നില്ല, നല്ല വെള്ളം തന്നെയാണ്. നമുക്ക് വെള്ളത്തിന് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് KWയുടെ വാട്ടർ ഫെസിലിറ്റി കൂടിയാണ്. ഇനി നമുക്ക് കാണേണ്ടത് വീടിന്റെ റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഒരു പോർഷൻ വരെ ഈ ഒരു സെയിം ടൈല് തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് ഫുൾ ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീടിന്റെ സൈഡിലൂടെയൊക്കെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് വന്നു നോക്കാം. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ സിറ്റ് ഔട്ട് ആണ്. നമുക്കൊരു ചെയറൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് 2 പീസിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് ഫേസ് ചെയ്തിരിക്കുന്നത് വടക്കു ഭാഗത്തേക്കാണ്. വീടിന്റെ മെയിൻ ഡോർ ഫേസ് ചെയ്തിരിക്കുന്നത് നോർത്ത് സൈഡിലേക്കാണ്. 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഈ ഒരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീടിന്റെ ലിവിംഗ് റൂമിലാണ്. മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയുന്നത്, ഈ വീടിനകത്ത് എല്ലായിടത്തും റൂഫിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയുള്ള ഈ ഒരു വർക്കുകൾ കാണുന്ന ഭാഗത്തെല്ലാം കംപ്ലീറ്റ്ലി LED ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ പവറിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഏരിയയിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലൈറ്റിന്റെ ഭംഗി അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. എനിവേ നമുക്ക് ലൈറ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് വീടാണ്. അതുകൊണ്ട് വീടിന്റെ ഭംഗി തന്നെ നമുക്ക് കണ്ടുപോകാം.
അപ്പൊ ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഫ്ലോർ വന്നിട്ടാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ ഒക്കെ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം ഓൾറെഡി എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൂഫിൽ ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ഭംഗിയായിട്ട് തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുറിക്കകത്ത് നിറയെ ജനാലകളാണ് കൊടുത്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് കാണാം ചുറ്റിനും കംപ്ലീറ്റ് ആയിട്ട് നിറയെ വിൻഡോസ് കൊടുത്തിട്ടാണ് എയർ സർക്കുലേഷൻ ഒക്കെ പോസിബിൾ ആക്കിയിരിക്കുന്നത്. ഈ ടി വി വെക്കാനുള്ള ആ ഒരു സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിലാണെങ്കിലും നിറയെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ് ലിവിങ്ങിനായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ മൾട്ടിവുഡ് കൊണ്ടുള്ള ചെറിയ വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ ആയിട്ട് മുകൾ ഭാഗം വരെ കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ്ങിനായിട്ടുള്ള ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സാധാരണയുള്ള ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെയും കൂടെ ഒരു ടി വി യൂണിറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് അവർ ആ ഒരു മൾട്ടിവുഡിന്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതിൽ നമുക്കറിയാം എല്ലാവർക്കും ടി വി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഒരുപാട് പേർക്കുണ്ട്. അത് നല്ലതല്ല, എങ്കിൽ കൂടി അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ളവരാണ്. അപ്പൊ നമുക്ക് ആ ഒരു ആവശ്യത്തിനും കൂടി സ്യൂട്ടബിൾ ആയ രീതിയിൽ ഈ ഒരു ഡൈനിങ് സ്പേസിലും അവർ നല്ലൊരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫാമിലിയിലുള്ള ഒരു 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് കബോർഡ് ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് അവിടെ ഒരു ചെറിയ വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡിന് ഒരു ചെറിയ വർക്കൊക്കെ ചെയ്തിട്ട് ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് മിററോട് കൂടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. സെറയുടെയാണ് ഈ ഒരു ഫിറ്റിംഗ് വരുന്നത്. താഴെയുള്ള ഭാഗത്ത് നമുക്ക് കബോർഡ് ഫെസിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫാൻ ഫെസിലിറ്റി ഉണ്ട്. അത് കൂടാതെ ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് സീലിംഗിൽ കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്കൊക്കെ ആണെങ്കിലും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. പവർ ഇഷ്യൂ കൊണ്ടാണ് നിങ്ങൾക്ക് ലൈറ്റ് ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. നമുക്ക് ഈ ഒരു വീട് ഒരു 3 BHK വീടാണ്. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഡൈനിങ്ങിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് കിച്ചണും ഇവിടെ നമുക്കൊരു ബെഡ്റൂമും ആയിട്ടാണ് കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഡോർ ഒരു സിമ്പിൾ മോഡലിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് ഒരു ഡബിൾ കോട്ട് കട്ടിലിടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന് സൈഡിൽ നോക്കിയാൽ കാണാം നിറയെ വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതുമായ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഫാൻ ഫിറ്റിംഗും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്താണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് സെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വലിയ എൻട്രൻസ് തന്നെയാണ് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് വരുന്ന സമയത്ത് ടൈല് കുറച്ച് ഗ്രിപ്പോട് കൂടി ഒരു വുഡൻ കളർ തോന്നിക്കുന്ന പോലത്തെ ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒരു വൈറ്റ് കളറിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സ്ലാബ് വന്നിട്ടാണെങ്കിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കബോർഡ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഒരു ബ്രൗൺ കളറിലുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്താണെങ്കിലും റൂഫിൽ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഒരു കുട്ടി ഫാൻ ഫിറ്റിംഗും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഒരു കൺസേൺ ആണ് കിച്ചണിൽ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് പോകുമെന്നുള്ളത്. അത് കറക്റ്റ് ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്രിഡ്ജിനായിട്ട് സെപ്പറേറ്റ് സ്പേസ് കരുതിയിട്ടുണ്ട്. ഈ ഒരു നമുക്ക് കിച്ചണിൽ നിന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ വന്നിട്ട് വർക്ക് ഏരിയ സ്പേസിലേക്കാണ് പോകുന്നത്. വർക്ക് ഏരിയ അവർ ചെയ്തിട്ടില്ല, അവിടെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കത് ബിൽഡറുമായിട്ട് സംസാരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഹാൻഡ് റെയിൽസ് ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടു. ഈ ഒരു സ്റ്റെപ്പ് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ട് വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെയും ഒരു ചെറിയ ഓപ്പണിങ് പെർഗോള മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് റൂഫിലേക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ മുറികളിലും ഹാളിലും അതുപോലെ കിച്ചണിലും എല്ലായിടത്തും തന്നെ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള വിട്ടും ലെങ്ത്തും ഒക്കെ ഉള്ള ഒരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഓപ്പൺ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ട് 2 ഡോറുകൾ കാണാം. ഇവിടുത്തെ ഫസ്റ്റ് ഡോർ വന്നിട്ട് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്ലോർ വന്നിട്ടാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. അവിടെ കാണുന്ന ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ യൂട്ടിലിറ്റി സ്പേസിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഇവിടെയും ഒരു ബെഡ്റൂം കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ റൂഫിൽ നോക്കിയാലും കാണാം വർക്കുകളുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ആ ഒരു കോർണർ ഭാഗത്തായിട്ട് ഒരു ചെറിയ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ചെറിയൊരു ടേബിളും കൂടെ വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് ബ്രൗൺ കളറിലുള്ള ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടില് 3 ബെഡ്റൂമുകളാണ്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു, മുകളിൽ ഒരു ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അത് വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമുകളെ പോലെ തന്നെയുള്ള വിഡ്ത്തും ലെങ്ത്തും ഒക്കെയുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടുത്തെയും റൂഫിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ ചെറിയ രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് എയർ സർക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വിത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ സെയിം കളർ കോമ്പിനേഷനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഡോർ കൂടി നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങൾ കണ്ടില്ല. ഓക്കെ, ഈ ഒരു ഇതിനകത്ത് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു സെയിം കളർ കോമ്പിനേഷൻ ഒക്കെ തന്നെയാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ ബാൽക്കണി സ്പേസിലാണ്. നല്ല രീതിയിലൊരു വലിയ റൂമിന്റെ അത്രയും തന്നെ സ്പേസ് ഇട്ടിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ടൊരു യെല്ലോ കളറിലെ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ ആയിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ട് അതിനകത്തെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. അവിടെയും LED ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിന് എടുത്തു പറയാവുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. അതുപോലെ തന്നെ നിറയെ വില്ലകളുള്ള ഒരു പ്രൊജക്ടിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു സെയിം കളർ കോമ്പിനേഷനിലൊക്കെ തന്നെയാണ്, സെയിം ഫെസിലിറ്റികളോടും കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള പ്രൈസ് ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് നമുക്ക് എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവ കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ ആണെങ്കിലാണ് ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്നത്. വെറും 15 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3.25 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3.25 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1550 ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1550 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതൊരു 3 BHK ഹൗസ് ആണ്. 2 കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വെൽ വാട്ടർ ഉണ്ട്. ഓൾസോ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 55 ലക്ഷം രൂപയാണ്. 55 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ട് ആണ്. 55 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ലോൺ ഫെസിലിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാവുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ കാണുന്നതിനായിട്ട് മാർബിൾ ഹോംസ് കാണുന്നത് പതിവാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.